ഒരു ആൾ വന്ന് ഒരു ദിവസം വന്നു കുറേ പരാതികളും പരിഭവങ്ങളും പരാതികളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വയ്ക്കുന്നു. അപ്പോൾ മുകളിൽ നിന്ന് വാണിംഗ് വരുന്നു, ഇതിവിടെ ശരിയാവില്ല, ഇങ്ങനെ പരാതി പറഞ്ഞ് നമുക്ക് മുന്നേറാൻ കഴിയില്ല, നമ്മുടെ ലക്ഷ്യം വേറെയാണെന്നൊക്കെ പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കഥയുമായി വരുന്നു. 2 കുട്ടികൾ +2-നും 10ാം ക്ലാസ്സിനും പഠിക്കുന്നു, അവർക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാൽ ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥയും കൊണ്ടുവരുന്നു. അതായത് കുറ്റമെല്ലാം മാധ്യമപ്രവർത്തകർക്കായി, മാപ്രകൾക്ക്. അത് അവർ പറഞ്ഞുകൊണ്ട് നമ്മളും പറയണ്ടല്ലോ, മാധ്യമപ്രവർത്തകർക്കായി. ഇവർ പറഞ്ഞ ബൈറ്റ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്താണ് പറഞ്ഞത്? മേയറാക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല അല്ലേ? മുൻ DGP ശ്രീലേഖ, ഇപ്പോൾ അവർ കൗൺസിലറാണ്, ശാസ്തമംഗലം കൗൺസിലറാണ്. അപ്പോൾ അവർ തന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് മേയറാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത്. എന്നിട്ട് കൗൺസിലറായി കഴിഞ്ഞപ്പോൾ മേയറാക്കിയിട്ടില്ല, പക്ഷേ പരാതിയില്ല എന്ന് പറയുന്നു. അതൃപ്തി ഇല്ല എന്ന് പറയുന്നു. ഈ അതൃപ്തി ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു സെൻറ്റൻസ് നാട്ടുകാരോട് വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അതായത് കൗൺസിലർ ആയതിൽ എന്തെങ്കിലും അവർക്ക് കുറച്ചിൽ തോന്നുന്നു. ചിലപ്പോൾ ഈ കൗൺസിലർ ആയതിൽ വല്ല കുറച്ചിൽ തോന്നുന്നത്. അതായത് DGP ഒക്കെ ആയിരുന്നില്ലേ, IPS കാര്യമായിരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് മേയറാക്കാമെങ്കിൽ മാത്രമേ എനിക്ക് ഇത് പറ്റുള്ളൂ. ജനസേവനം എന്ന് പറയുന്ന ഈ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലെ ഒരു ജനസേവകനാണ്, വാർഡ് മെമ്പറെ പോലെ. അപ്പം അതുകൊണ്ട് അത് അത്ര കുറച്ചിൽ തോന്നുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ശക്തമായ താക്കീതുണ്ടായി കാണും. അതുകൊണ്ട് പിറ്റേന്ന് ഒരു കുട്ടിക്കഥയുമായി വന്ന് പറയുകയാണ്, ഇതൊക്കെ മാധ്യമ പ്രവർത്തകർ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ്. ആ കുട്ടിയോടും കൂടെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് പോയി ചത്തൂടെ, നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കൂടെ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കൂടെ എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരങ്ങനെ പറഞ്ഞാൽ ഒരു ഏത് പ്രസ്ഥാനവുമായിക്കൊള്ളട്ടെ, ആ പ്രസ്ഥാനം അവർക്ക് ഒരു ഇത് കൊടുക്കുമ്പോൾ, ഒരു ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ അത് ഭംഗിയായി നിറവേറ്റുക എന്നതാണ് ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയക്കാരിയോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ. ഈ IPS കാരിയാണ്, അവർ DGP ആയിരുന്നു, അത് വേറൊരു മേഖലയാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ജനസേവകയായിട്ടാണ്. മറ്റേതൊരു ജോലിയായിരുന്നുവെങ്കിൽ ഇത് ഇവരുടെ ഒരു സർവീസാണ്. അപ്പോൾ അതിൽ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അത് പാലിക്കേണ്ടത്, അതിന് ആരായാലും അത് പാലിക്കേണ്ട യഥാർത്ഥത്തിൽ. അതിന് പകരം എനിക്ക് അതൃപ്തിയില്ല, പക്ഷേ എന്നെ മേയറാക്കാമെന്ന് പറഞ്ഞാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പം ആരൊക്കെയോ വെറും കൗൺസിലറാണ് എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് തന്നെ അതിൽ ഒരു കുറച്ചിൽ തോന്നുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ആ ഒരു കുറച്ചിലിൽ നിന്നായിരിക്കും ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ വന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പറയുമല്ലോ, കൗൺസിലർ, വാർഡ് മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൻ്റെ മുമ്പിൽ പട്ടി അപ്പിയിട്ട് വെച്ചാലും വിളിക്കും, മെമ്പറെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ പട്ടി അപ്പിയിട്ട് വെച്ചേക്കുന്നതെന്ന് പറയും എന്നൊരു തമാശയ്ക്ക് പറയും. കാരണം എന്ത് കാര്യത്തിനും, ചത്താലും പെറ്റാലും ഒരു വീട്ടിൽ പെൺകുട്ടി എല്ലാത്തിനും കൗൺസിലർ ഓടി നടക്കണം. ആ വാർഡ് മുഴുവൻ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആ വാർഡ് മുഴുവൻ ഓടി നടക്കണം. ഏറ്റവും അധികം സ്ട്രെയിൻ ചെയ്ത് പണിയെടുക്കേണ്ട ഒരാളാണ് വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പണി എടുക്കുമ്പോൾ താൻ ഇതൊന്നും ചെയ്യേണ്ട ആളല്ല. ഇത് കുറച്ചിലാണ്. അവർക്കത് ഈ സ്ഥാനം, കൗൺസിലർ എന്ന സ്ഥാനം ഒരു കുറച്ചിലായി തോന്നുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്തായാലും BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കി, തലസ്ഥാനം കാവിക്കൊടി പാറിച്ചു, കാവിയിൽ പുതച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞ് ചെറുതായി പോയോ എന്ന് എനിക്കറിയില്ല. VV രാജേഷ് മേയറായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളും ആദ്യം തുടക്കം തന്നെ വളരെ മനോഹരമായിരുന്നു. അത് മാധ്യമ ശ്രദ്ധ വളരെ കിട്ടിയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിപ്പോൾ അടുത്ത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും ചർച്ചകളും എല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് BJPയുടെ മേയറായ VV രാജേഷ് കാഴ്ചവെക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രഭ കെടുത്തുന്ന രീതിയിലാണോ ഇവർ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് BJPക്ക് ബാധിക്കുക എന്നതിൽ സംശയമില്ല. കാരണം ഇത് കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ളത് എന്തായാലും BJPക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള, ഗുണം ചെയ്യുകയില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സൗവർണിക്ക് എന്തു തോന്നുന്നു? ഇത്തരമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശരിക്കും ബാലിശമല്ലേ? തീർച്ചയായും ചേച്ചി. കാര്യം നമുക്കറിയാം, ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്, ശ്രീലേഖ ഒരു തരത്തിൽ കുറ്റം പറയാനാകില്ല. കാര്യം
10 വാർഡിലെ ചുമതല ശ്രീലേഖയ്ക്ക് കൊടുക്കുന്നു. ഇതായിരുന്നു ആദ്യം പാർട്ടി നിർദ്ദേശിച്ചിരുന്നത്. അന്ന് ശ്രീലേഖ തന്നെ പറഞ്ഞിട്ടുണ്ട്, 10 വാർഡിലെ ചുമതല തരുന്നു, നമുക്ക് പാർട്ടിയെ വിജയിപ്പിക്കണം. അതിന് താൻ തയ്യാറായിരുന്നു 10 വാർഡിൽ പ്രവർത്തിക്കാൻ. പിന്നീട് പാർട്ടി തന്നോട് പറയുന്നു സ്ഥാനാർത്ഥിയാകണം. അപ്പോൾ തനിക്ക് താല്പര്യമില്ല എന്ന് 3ഓളം പ്രാവശ്യം പാർട്ടി അറിയിച്ചു. അപ്പൊ പാർട്ടി പറഞ്ഞു വെറും കൗൺസിലറായി ഇരുത്താനല്ല ഉദ്ദേശിക്കുന്നത്, തിരുവനന്തപുരത്തിന്റെ മുഖമായി മാറ്റാനാണ്. തിരുവനന്തപുരത്തിന്റെ മുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മേയറാണ് എന്നുള്ള തലത്തിൽ. പിന്നീട് ഇതേ ശ്രീലേഖ തന്നെ പറയുന്നു വിജയിച്ചാൽ മേയറായി പരിഗണിക്കും എന്ന് പാർട്ടി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മത്സരിക്കുന്നത്. അത് കഴിഞ്ഞ് ചർച്ചകൾ വരുമ്പോൾ പോലും ശ്രീലേഖയെ മാറ്റിയാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകും എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയും പ്രഖ്യാപിച്ചിരുന്നില്ല. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF പറഞ്ഞിരുന്നു വിജയിച്ചാൽ ശബരിനാഥനാണ് മേയർ എന്ന്. പക്ഷെ എവിടെയും എന്താണ് ശ്രീലേഖയാണെന്ന് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും മുഖം എന്ന് പറയുന്നത് ശ്രീലേഖയുടെ തന്നെയായിരുന്നു. അത് നമുക്ക് തർക്കമില്ല. അതിനുശേഷം ഇവരെ മേയറാക്കില്ല എന്ന് വന്നപ്പോൾ ആ ചടങ്ങിൽ നിന്ന് പൂർണ്ണസമയം ഇരിക്കാതെ ഇറങ്ങിപ്പോവുകയും ഫേസ്ബുക്കിൽ പോലും ഒരു ആശംസ ഇട്ടില്ല എന്ന് പറഞ്ഞൊക്കെ എന്താണ് മാധ്യമങ്ങൾ, ഇപ്പൊ ഇവർ പറയുന്നത് മാധ്യമങ്ങളാണ് എല്ലാം കുത്തിപ്പൊക്കുന്നതല്ല, മാധ്യമങ്ങൾ. പക്ഷേ ആ പറഞ്ഞതിലൊരു ഫാക്റ്റ് ഉണ്ട്. കാരണം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ അവർ എഴുന്നേറ്റ് പോകുന്ന ഒരു ദൃശ്യം കണ്ടിട്ട് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. അവർ അതൃപ്തി അറിയിക്കുന്നത് വരെ മാധ്യമങ്ങൾക്ക് അത് പറയാൻ പാടില്ല. എന്താണ് അവർ അതൃപ്തിയോടെ ഇറങ്ങിപ്പോയി എന്ന് പറയും. അവർ പറയും എനിക്ക് അതൃപ്തി ഉണ്ട് എന്ന് അവർ പറയാതെ അങ്ങ് പറയുന്നത് ശരിയാണോ? ഇതല്ല, ശരിയല്ല. ഇല്ല. അപ്പൊ അവരിറങ്ങിപ്പോയി, അത് എന്ത് കാരണവും ആയിക്കൊള്ളട്ടെ, ഇറങ്ങിപ്പോയത് തെറ്റ് യഥാർത്ഥത്തിൽ. അതായത് BJP കാലങ്ങളായി കാത്തിരുന്ന് ഒരു കോർപ്പറേഷൻ പിടിച്ച് അവിടെ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ BJPയുടെ ഒരു കൗൺസിലർ ആ ചടങ്ങിൽ നിന്ന് എന്ത് അത്യാവശ്യത്തിൻ്റെ പേരിൽ ഇറങ്ങി പോകുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ മാധ്യമങ്ങൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ സൗവന്യ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യമായിരുന്നു സൗവന്യ പറഞ്ഞത്. കാരണം നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമില്ല എന്ന് അവർ നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമാകാം എന്നൊരു അഭിപ്രായം തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ BJP അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട്, ശരിക്കും പറയാം DGP ആയിരുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കൗൺസിലറായിരുന്നത് അവർക്ക് കുറച്ചിലായി പോയോ എന്ന് തോന്നാം. ആ തോന്നലുണ്ടാകുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആ ഒരു ഉന്നത പദവിയിൽ ഇരുന്നു, അപ്പോൾ ഒരു കൗൺസിലറായി ഇങ്ങനെ അവിടെ ഇവിടെ ഓടി നടക്കുന്ന ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അധികാര പദവിയാണല്ലോ കൗൺസിലർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവരെ പറഞ്ഞ് മേയറാക്കാം, തിരുവനന്തപുരത്തിൻ്റെ മുഖമാക്കാം എന്ന് പറഞ്ഞ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതിന് ശേഷം, കാരണം അവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ അവർ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ BJP ചെയ്തിട്ടുണ്ടെങ്കിൽ അത് BJPയുടെ ഒരു ചതിയുടെ രാഷ്ട്രീയമാണ് ആണ്. തീർച്ചയായും അതൊരു അതാ ചേച്ചി ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ വിഷയത്തിൽ പൂർണ്ണമായി ശ്രീലേഖയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം സ്ഥാനാർത്ഥിയാവാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു, തന്നെ മേയറാക്കാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പാർട്ടി മത്സരിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു താൻ മാത്രം അതും പറയുന്നുണ്ട് അവർ, താൻ മാത്രം ജയിച്ചാൽ പോരാ, മറ്റുള്ള സ്ഥാനാർത്ഥികളും ജയിക്കണം, നമുക്ക് അധികാരത്തിൽ വരണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതെല്ലാം ചെയ്ത് അവസാന നിമിഷം തന്നെ മേയറാക്കില്ല എന്ന് പറയുന്നത് BJP ശ്രീലേഖയോട് കാണിച്ച ചതി തന്നെയാണ്. അതിപ്പോ ചോദിക്കുന്ന മാധ്യമങ്ങൾ അടുത്ത വീട്ടിലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പറഞ്ഞതാരാണ്. എന്നിട്ട് ശ്രീലേഖയോട് ചോദിക്കുമ്പോൾ പറയുന്നു തനിക്ക് അതൃപ്തിയില്ല. സ്വാഭാവികമായും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത് സാധാരണമാണ്. പലരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി KR ഗൗരിയമ്മയെ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രിയാക്കാവുന്ന ചരിത്രം പോലും കേരളത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ കാര്യമൊന്നുമല്ല. അല്ല, VS അച്യുതാനന്ദനെ ഫ്ലക്സ് വെച്ച് വോട്ട് തേടിയിട്ട് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ VSനെ തഴഞ്ഞ LDF സർക്കാരല്ലേ ഇവിടെയുള്ളൂ. അപ്പൊ ചേച്ചി ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. പിന്നെ അതൃപ്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം മുതലേ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അടുത്ത ഒരു പ്രശ്ന പരിഹാരം എന്ന രീതിയിൽ ചെയ്യുന്നത് എന്താണ്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് സീറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു സേഫ് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ജയിക്കും എന്ന് 100% ജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു സീറ്റും അവർക്കില്ല. ഒരു സേഫ് സീറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് താൻ എവിടെയും സ്ഥാനാർത്ഥിയാകുന്നില്ല, ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക്, ശാസ്തമംഗലത്തിലെ കൗൺസിലറായി നിൽക്കാനാണ് തനിക്ക് താല്പര്യം, ശാസ്തമംഗലത്തെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്ന് പറയുന്നുണ്ട്. അവിടെയും ഒരു പ്രതിഷേധമാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. താൻ ഇനി മത്സര രംഗത്തേക്കില്ല, വട്ടിയൂർക്കാവിൽ താൻ സ്ഥാനാർത്ഥിയാകില്ല. പിന്നെ പറയുന്നുണ്ട് പാർട്ടി എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല, വട്ടിയൂർക്കാവിലെ വിഷയം മാധ്യമങ്ങളാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എന്തിന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു? പാർട്ടി അറിയിക്കട്ടെ, അപ്പോൾ ഞാൻ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞാൽ പോരെ. അതൃപ്തി ഉള്ളത് കൊണ്ടല്ലേ ഇന്നലെ ഇത് പറയുന്നു. ഇന്ന് രാവിലെ ഒരു കഥ സെല്ലിട്ടുമായെന്ന് വന്നിട്ട് ഒരു കഥ സെല്ലുന്നു. എന്ത് ആവശ്യത്തിന്? തനിക്ക് അതൃപ്തി ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് വെക്കണം. കാര്യം ചേച്ചി പറഞ്ഞതുപോലെ ബാക്കിയുള്ള കോർപ്പറേഷൻ 6 കോർപ്പറേഷൻ എടുത്താൽ
5 കോർപ്പറേഷനിലും ഇല്ലാത്ത ഒരു ചർച്ചയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലേ. ഇപ്പോൾ VV രാജേഷിന്റെ വിഷയമായാലും എന്താണ് ഇലക്ട്രിക് ബസ്സിന്റെ വിഷയമായിട്ടൊക്കെ ഒരു ശ്രദ്ധ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടും. നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ താമര തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിരിയുമ്പോൾ പ്രതീക്ഷിച്ച അത്രയും ഒരു അറ്റൻഷൻ കിട്ടിയില്ല. കാര്യം അതെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ വിജയം. നമ്മളത് പറഞ്ഞതാണ്, പത്രത്തിന്റെ ഫ്രണ്ട് പേജുകളിൽ പോലും കോൺഗ്രസിന്റെ വിജയമാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്, ആഘോഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ ഒരു അന്ന് കിട്ടാതെ പോയ ഇമ്പോർട്ടൻസ് അവരത് നേടിയെടുക്കാൻ ശ്രമിച്ചു. മാധ്യമ ശ്രദ്ധ അവർക്ക് കിട്ടുകയും ചെയ്തു, അതിലൊന്നും തർക്കമില്ല. എന്താണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇങ്ങനെയാണെങ്കിൽ BJP എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്ന സാഹചര്യത്തിലാണ് എന്താണ് പാർട്ടിക്കകത്തെ പടലപ്പിണക്കം അല്ലെങ്കിൽ എന്താണ് കല്ലുകടി എന്ന പോലെ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ ഈ വിഷയം അല്ലാതെ ആകുമോ? അതൃപ്തി ഇല്ല എന്ന് ഇനി കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുമോ? അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എന്താണ് ശ്രീലേഖ കോൺഗ്രസിന് അനുകൂലമായി. കാര്യം LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുത്തകയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഉയർത്തിക്കാട്ടി അത് അവർ ഇല്ലാതെയാക്കി. കാര്യം നമുക്ക് എടുത്തു പറയാമല്ലോ, പാർട്ടി തന്നെ പറയുന്നുണ്ട് ആര്യയുടെ പക്വതയില്ലാത്ത നിലപാടുകളൊക്കെയാണ് ഈ കോർപ്പറേഷൻ കൈവിട്ടു പോയതെന്ന്. അതേസമയം ശബരിനാഥ് ആദ്യം എടുത്തൊരു നിലപാട് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ആ ഒരു ചടങ്ങിലും ആശംസ പറഞ്ഞപ്പോൾ ശബരിനാഥ് പറഞ്ഞതുകൊണ്ട് ഒരേ മനസ്സോടെ പോകാം, തിരുവനന്തപുരം കോർപ്പറേഷന്റെ നന്മയ്ക്കായിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനോ ഏത് മാറ്റത്തിനും ഞങ്ങളൊപ്പമുണ്ട്, പക്ഷെ നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്ന് വിമർശിക്കും, എതിർക്കും എന്ന് പറഞ്ഞ് അവിടെ ശബരി ഒരു നല്ല സന്ദേശം കൊടുത്തു അല്ലേ. ശബരി ഞങ്ങൾ സ്ട്രോങ് ആയി മറുവശത്തുണ്ട്, പക്ഷെ ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം തിരുവനന്തപുരം കോർപ്പറേഷന്റെ വികസനമാണെന്ന്. അവിടെയും ഒന്നും പറയാൻ LDFന് കഴിഞ്ഞിട്ടില്ല. LDFന്റെ മേയർ ബ്രോയുടെ വിഷയത്തിൽ പോലും LDF പെട്ടു നിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് BJP അവരുടെ ഗ്രാഫ് ഉയർത്തുന്നു, അവിടെ ശ്രീലേഖ കടന്നു വരുന്നു, ആ ഗ്രാഫ് താഴ്ത്തുകയാണ്. ഇനി വീണ്ടും വീണ്ടും ഇവർ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് ഇതുപോലെ കഥ സല്ലട്ടുമ എന്ന് പറഞ്ഞ് വരുമ്പോൾ അത് വീണ്ടും പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് BJP ആണ്. അത് ഒരു പരിധിവരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമാക്കി എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളത്.